കേരളത്തിൽ നിന്ന് 10 പോലീസുകാർക്കും 3 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ. പോലീസിൽ നിന്നും ഫയർഫോഴ്സിൽ നിന്നും ഒരാൾക്ക് വീതവും വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ മെഡലും ലഭിച്ചു. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, ഏതൊരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചും ഏറ്റവും അഭിമാനാർഹമായ ഒരു നിമിഷമാണ് മെഡൽ പ്രഖ്യാപനവും അത് സ്വീകരിക്കുന്ന നിമിഷമൊക്കെ. ആരൊക്കെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടത്? നാളെയാണ് ആ ദിവസം വരെ കാത്തിരിക്കുന്നത്, അല്ലേ? ദിവിഷ, തീർച്ചയായിട്ടും നാളെ റിപ്പബ്ലിക് ദിനമാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ ഇന്ന് രാവിലെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ധീരതയ്ക്കുള്ള മെഡൽ 125 പേർക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ മലയാളികൾ ഇടം പിടിച്ചിട്ടില്ല. പക്ഷേ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലുകളിൽ 2 പേർ, അതൊന്ന് പോലീസ് സർവീസിൽ നിന്നും ഒന്ന് ഫയർ സർവീസിൽ നിന്നുമാണ്. 2 പേർക്ക്, മലയാളികളായിട്ടുള്ള 2 പേർക്ക്, കേരളത്തിൽ നിന്നുള്ള 2 പേർക്ക് അവാർഡുകൾ, ആ മെഡലുകൾ ലഭിച്ചിരിക്കുന്നു. അതിൽ തന്നെ പോലീസിൽ നിന്നും ഷാനവാസ് അബ്ദുൾ ഷഹാബ്, അദ്ദേഹം SP ആണ്. പോലീസ് സർവീസിൽ നിന്നും അദ്ദേഹത്തിനാണ് വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ മെഡലുള്ളത്. അതുപോലെ തന്നെ ഫയർ സർവീസിൽ നിന്ന് രാജേന്ദ്രനാഥ് EM സ്റ്റേഷൻ ഓഫീസറാണ്. അദ്ദേഹത്തിനും വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ മെഡലുണ്ട്. അതിന് പുറമെ മലയാളികളായിട്ടുള്ള 2 പേർ, KB ശ്രീജേഷ് അതുപോലെ തന്നെ IB റാണി, ഇരുവരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ജോയിന്റ് ഡയറക്ടർമാരാണ്. ഇരുവർക്കും വിശിഷ്ട സേവനത്തിനുള്ള മെഡലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിൽ നിന്ന് തന്നെ മറ്റ് 3 പേർക്ക് സുസ്ഥിര സേവനത്തിനുള്ള മെഡലുണ്ട്. അതുപോലെ തന്നെ പോലീസ് സർവീസിൽ നിന്നും 10 പേർക്ക് സുസ്ഥിര സേവനത്തിനുള്ള മെഡലുണ്ട്. ആകെ 756 പേർക്കാണ് ഈ MSM സുസ്ഥിര സേവനത്തിനുള്ള മെഡല് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് പുറമെ ഈ ജയിൽ വകുപ്പിൽ നിന്നും 4 പേർക്ക് കൂടി ഈ MSM ഇപ്പോൾ എന്തായാലും പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ മെഡലുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന 2 മെഡൽ പ്രഖ്യാപനങ്ങൾ കൂടിയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഇന്ന് വൈകിട്ടോടെ സൈനിക മെഡലുകൾ വരും. അതും ഈ ഓപ്പറേഷൻ സിന്ദൂരൊക്കെ കഴിഞ്ഞ് അതിനുശേഷം വരാൻ പോകുന്ന ആദ്യത്തെ ഈ മെഡലുകളായിരിക്കും. രാഷ്ട്രപതിയുടെ മെഡലുകളായിരിക്കും, സൈനിക മെഡലുകൾ. അത് വൈകിട്ട് 7 മണിയോടെ രാഷ്ട്രപതിയുടെ അഡ്രസ്സ് ഉണ്ടാവും രാജ്യത്തിന് മുൻപാകെ. നാളെ റിപ്പബ്ലിക് ദിനത്തോടെല്ലാം തന്നെ അനുബന്ധിച്ച് അതിന് ആ ഒരു സമയത്തായിരിക്കും, 7 മണിയോട് അടുത്തായിരിക്കും ആ മെഡലുകളുടെ പ്രഖ്യാപനം വരിക. അത് ഒരുപാട് ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. രാത്രി ഒരു 8-9 മണിയോടെ പത്മ പുരസ്കാരങ്ങളും പ്രഖ്യാപിക്കും. അതിലും മലയാളി തിളക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഉറ്റുനോക്കപ്പെടുന്നുണ്ട്.